തിരുവചനം തിരുമധുരം എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്ത കർത്താവെ, ഞങ്ങളുടെ ദിവാത്സല്യമായ സുധാം നാഥ, ഇതത്തോളം അടികളെ വഴിയാണ് നന്മൾക്കായ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. പ്രത്യേകിച്ച് കർത്താവെ, ഈ നോയമ്പ് കാലത്തിൻ്റെ ആരംഭം മുതൽ ഈ ദിവസം വരെ കർത്താവെ, അവിടുന്ന് വഴി നടത്തിയ എല്ലാ നന്മകൾക്കായ നന്ദിയോട് സ്തോത്രം കർത്താവ്. പ്രത്യേകിച്ച് ഇന്ന് കർത്താവ് ലോകമെമ്പാടും കർത്താവെ അങ്ങയുടെ കർത്താവ് ദുഃഖവെള്ളി ആചരിക്കുമ്പോൾ കർത്താവെ, ദുഃഖവെള്ളിയുടെ അർത്ഥം അടിയങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ കർത്താവെ ഈ ദിവസത്തിൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വചനം അങ്ങയുടെയാണ് കർത്താവ്, ജനം അങ്ങയുടെയാണ്, അടിയൻ അങ്ങയുടെയാണ് കർത്താവ്. വചനം ഏറ്റവും ലളിതമായ കർത്താവ്, വചനത്തിൽ കൂടെ തന്നെ ജനത്തിനെ കർത്താവെ എൻ്റെ പുരകളിൽ മനസ്സിലാക്കി കൊടുക്കത്തക്കോണം അടിയനോട് കൂടെ ഉണ്ടായിരിക്കാൻ പ്രാർത്ഥിക്കുന്ന കർത്താവിടെ നാവോടുണ്ട്, വാക്കുകളോട്, വചസ്സനോടുണ്ട്. ഏറ്റവും ലളിതമായ കർത്താവ് തൻ്റെ ജനത്തെ വചനത്തിൽ ബലപ്പെടുത്തുവാനോട് സഹായിക്കുകയും വഴി നിർത്തുകയും ചെയ്യണം. യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ പൊന്നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കൃപകളാൽ നമ്മുടെയൊക്കെ ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടെ ഒരു നോയമ്പ് കാലത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും നോയമ്പ് കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ദുഃഖവെള്ളി അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത്. വർഷങ്ങളായി നമ്മൾ നമ്മുടെ ആയുസ്സിനൊത്തവണ്ണം ഈ ദുഃഖവെള്ളി ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കഴിയുന്നത്രയും നമ്മൾ പങ്കുചേരുവാൻ പരിശ്രമിക്കും. വിവിധ ശുശ്രൂഷകളിൽ ദുഃഖവെള്ളിയുടെ ആ യഥാർത്ഥമായ കാര്യങ്ങളെ പറ്റി വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യാറുണ്ട്. കാലോചിതമായ മാറ്റങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ടെങ്കിലും ഇന്നും അതിൻ്റേതായ രീതിയിൽ ആ ആത്മീയമായ പരിപാവനമായ ശുശ്രൂഷകൾ തന്നെയാണ് ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആധുനിക ക്രൈസ്തവ ശുശ്രൂഷകളും സഭകളിലും അത്രമാത്രം അതിൻ്റേതായ ആ ഭൗതികത കാണുവാൻ കഴിയുന്നില്ലെങ്കിലും നമ്മുടേതായ ആയിരിക്കുന്ന ഇടവകളിലും ശുശ്രൂഷകളിലും ഒക്കെ ഇന്നും അപ്രകാരം നിലനിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് യഥാർത്ഥത്തിൽ ദുഃഖവെള്ളി അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ? കർത്താവിൻ്റെ ക്രൂശാരോഹണമോ അതോ അതിനോടനുബന്ധിച്ച പല കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ പല വ്യത്യസ്തമായ കാര്യങ്ങളാണ് വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കർത്താവിനെ പിടിച്ചുകൊണ്ടുപോകുന്ന നിമിഷം മുതൽ ക്രൂശാരോഹണം വരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പിൻഭാഗത്ത് നടക്കുന്ന അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് നടക്കുന്ന പല കാര്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ന്യായമില്ലാത്ത ഒരവസ്ഥയാണ് ഇവിടെ കാണുവാൻ ഇടയാക്കുന്നത്. ഈ സമയത്ത് നിങ്ങളോടൊപ്പം വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് നമ്മുടെ പുതിയ നിയമത്തിൽ കൂടെയും ഒന്ന് പഴയ നിയമത്തിലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കൂടെ. രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ നിങ്ങളോടൊപ്പം അല്പനേരം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 18:37 വാക്യം വായിക്കുമ്പോൾ പീലാത്തോസ് അവനോട് ആകയാൽ നീ രാജാവാകുന്നുവോ എന്ന് ചോദിച്ചതിന് യേശു ഞാൻ രാജാവാകുന്നു എന്ന് നീ പറയുന്നു. സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ ഞാൻ ജനിച്ചു. അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു. സത്യതൽപരരായവരെല്ലാം എന്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നമുക്കറിയാം, ഇതിന് മുൻപ് പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് കർത്താവിനെ കയാഫത്തിന്റെ അടുത്ത് കൊണ്ടുപോകുന്നതും പത്രോസ് തള്ളി പറയുന്നതൊക്കെ കാര്യങ്ങൾ. അതായത് കർത്താവിൻ്റെ ജീവിതത്തിലെ പല വേദനകരമായ കാര്യങ്ങളായ ആ മണിക്കൂറിനുള്ളിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നത് നാം കാണുന്നുണ്ട്. യഹൂദ സമുദായം പോലും തള്ളിപ്പറയുന്ന അവസ്ഥ, ആ ജനമധ്യത്തിൽ പ്രവർത്തിച്ച അനേക അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടും ആ ജനം തന്നെ തള്ളിപ്പറയുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെ അനേകമായ വേദനകളുടെ മധ്യത്തിലാണ് ഇപ്പോൾ ഈ സമയത്ത് പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പീലാത്തോസിന്റെ ചോദ്യം എന്താണ്? ആകയാൽ നീ രാജാവാകുന്നുവോ? അപ്രകാരം ഒരു കുറ്റം പഴിചാരിയിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ഉയരുന്നത്. അവിടെ പറയുന്നത് ഞാൻ രാജാവാകുന്നു എന്ന് നീ പറയുന്നു. ഒരു ഭരണാധികാരിയുടെ നാവിൽ നിന്നാണ് അത് വരുന്നത്. അതിന് കഴിഞ്ഞ് പറയുന്നത് സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു. സത്യതൽപരരെല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു. അപ്പോൾ ആ ഒരു
സംഭാഷണത്തിൽ തന്നെ വ്യക്തതയോടെ ചില കാര്യങ്ങൾ കർത്താവോട് പ്രസ്താവിക്കുകയാണ്. സത്യത്തിന് സാക്ഷി നിൽക്കുവാനാണ് കർത്താവ് വന്നത്. സത്യനിൽപ്പരായാലും മാത്രമേ കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുകയുള്ളെന്ന് അവിടുന്ന് നമുക്ക് ബോധ്യമാക്കുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് സത്യത്തിന് വേണ്ടി കടന്നു വന്നവരാണ്. ഈ ലോകത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്ന് ജനത്തെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ജനസമൂഹത്തെയാണ് വാർത്തെടുക്കുവാൻ ആഗ്രഹിച്ചത്. കർത്താവിനോടൊപ്പമുള്ള അനുയായികളും ശിഷ്യരും മറ്റവരൊക്കെ ആ പ്രതിസന്ധി മേഖലയിൽ ഓടിപ്പോകുമ്പോഴും ഉറപ്പും ധൈര്യത്തോടെയാണ് കർത്താവിനോട് ഓരോ കാര്യം ചോദിക്കുമ്പോൾ കർത്താവ് നേരിട്ട് അതിന് ഉത്തരം നൽകുന്നത്. ഇന്ന് പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൽ വന്നു പോകുന്ന പോരായ്മകളും കുറവും ഇവിടെയാണ്. പ്രതിസന്ധികളുടെ മധ്യത്തിൽ പതറിപ്പോകുന്ന അവസ്ഥകൾ, നമ്മളെ ചോദ്യം ചെയ്യുന്ന അവസ്ഥകളിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ ആ പ്രതിസന്ധിയിൽ നിന്ന് കയറുവാൻ വേണ്ടി നാം പലപ്പോഴും വ്യാജം അല്ലെങ്കിൽ അസത്യം പറഞ്ഞ് രക്ഷപ്പെടുവാൻ പരിശ്രമിക്കും. എന്തുകൊണ്ട്? നമ്മുടേതായ വ്യക്തി താല്പര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടേതായ വ്യക്തിത്വത്തിനൊരു കോട്ടം വരാതിരിക്കുവാൻ വേണ്ടി. പീലാത്തോസിന്റെ ജീവിതത്തിലും അത് തന്നെയാണ് നമുക്ക് മുമ്പോട്ട് കാണുവാൻ കഴിയുന്നത്. കർത്താവിനെ വിധിക്കുവാൻ വേണ്ടി അവിടെ കൊണ്ടുവരുമ്പോഴും കർത്താവിന്മേൽ ഒരു കുറ്റവും കാണുന്നില്ലെന്ന് കണ്ടിട്ട് പോലും ഏറ്റവും അവസാനം കർത്താവിനെ വിധിക്കുന്ന അവസ്ഥ. എന്തുകൊണ്ട്? സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കഴിയാത്ത അവസ്ഥ. അതിന്റെ മുമ്പോട്ട് വായിക്കും 38-ാം വാക്യം വായിക്കുമ്പോൾ പീലാത്തോസ് അവനോട് സത്യം എന്നാൽ എന്ത് എന്ന് ചോദിച്ചു. സത്യം എന്നാൽ എന്ത് എന്ന് ചോദിച്ചു. അവൻ പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ ചെന്ന് അവനോട് ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ന്യായസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം സത്യം എന്താണെന്ന്. ന്യായസ്ഥാനത്തിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കണമെന്നാണ് നാം മനസ്സിലാക്കുന്നതും നാം ആഗ്രഹിക്കുന്നതും. പക്ഷേ ഇന്നത്തെ കാലയളവിൽ പലപ്പോഴും അപ്രകാരം സത്യം നടത്താറില്ലെന്ന് നമുക്ക് മനസ്സിലാക്കുവാനും കഴിയാറുണ്ട്. ഇവിടെ അത് മാത്രമല്ല, അത് കഴിഞ്ഞ് യഹൂദ സമുദായത്തോട് പറയുന്നത് എന്താണ്? ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. വിധിക്കുവാൻ കൊണ്ടുവന്ന വ്യക്തിയുടെ മേൽ ഒരു കുറ്റവും കാണുന്നില്ലെന്ന് ആദ്യമായിട്ട് പറയുന്നു. എന്നിട്ട് മുമ്പോട്ട് നാം വായിക്കുമ്പോൾ അതിന്റെ 39-40 വായിക്കുമ്പോൾ എന്നാൽ പെസഹയിൽ ഞാൻ നിങ്ങൾക്കൊരുവനെ മോചിപ്പിച്ചു തരുന്ന പതിവുണ്ടല്ലോ. യഹൂദന്മാരുടെ രാജാവിനെ മോചിപ്പിക്കുന്നത് സമ്മതമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ വീണ്ടും ഇവനെ വേണ്ട ബറബ്ബാസിനെ മതിയെന്ന് നിലവിളിച്ചു. ബറബ്ബാസ് ഒരു കവർച്ചക്കാരനായിരുന്നു. ഇത് യഹൂദ ജനമാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കുറ്റമില്ലാത്തതിനെ വിട്ട് അയക്കുവാൻ ഒരു ന്യായാധിപന് കഴിയും. എന്നിട്ട് പോലും അവിടെ അവരുടേതായ മാനസികമായ പ്രതിസന്ധികളെ വർദ്ധിപ്പിക്കത്തോണം അല്ലെങ്കിൽ ആ വാശിയെ വർദ്ധിപ്പിക്കത്തോണം ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. യഹൂദന്മാരുടെ രാജാവിനെ മോചിപ്പിക്കുന്നത് സമ്മതമോ? അത് പഴിചാരിയാണ് അവനെ അവിടെ കർത്താവിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അതേ കാര്യം ചോദിച്ച് യഥാർത്ഥത്തിൽ അവരുടെ മനസ്സുകളെ കാഠിന്യമാക്കുവാനാണ് പരിശ്രമിക്കുന്നത് പീലാത്തോസിന് വിട്ടയക്കണമെങ്കിൽ ആരോടും ചോദിക്കാതെ ഇവനിൽ ഒരു കുറ്റമില്ല, അതുകൊണ്ട് ഞാൻ വിട്ടയക്കുന്നെന്ന് പറയുവാൻ കഴിയും. എന്നിട്ടും അവിടെ ജനമധ്യത്തിൽ നിന്ന്, ജനത്തിന്റെ നാവിൽ നിന്ന് തന്നെ കർത്താവിനെ വിധിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് പീലാത്തോസ് അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ വ്യക്തിഗത ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും പലപ്പോഴും നാം ഇപ്രകാരം പ്രവർത്തിക്കാറില്ലേ? നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും വ്യക്തികളെ വിധിക്കുവാൻ വേണ്ടി നാം അവരെ ഒരുക്കാറില്ലേ? അവരുടെ ജീവിതത്തിൽ കുറവുകൾ കാണും, പ്രതിസന്ധികൾ കാണും, കുറ്റങ്ങളില്ലാത്ത അവസ്ഥകൾ ഉണ്ടായിട്ട് പോലും വ്യാജം മൂലം അവരെ വിധിക്കുവാൻ പരിശ്രമിക്കുന്ന സാഹചര്യങ്ങൾ നാം കാണാറില്ലേ? നമ്മുടെ വ്യക്തിഗത ജീവിതത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും സാമൂഹിക ജീവിതത്തിലായാലും ഔദ്യോഗിക രംഗത്തായാലും ഇന്ന് ആത്മീയ മേഖലകളിൽ പോലും ഇപ്രകാരമുള്ള കാര്യങ്ങൾ നാം കണ്ടുവരുന്ന ഒരവസ്ഥയാണ്. അതുതന്നെയാണ് അന്ന് വർഷങ്ങൾക്ക് മുൻപ് ആ പീലാത്തോസ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പോട്ട് വായിക്കുമ്പോൾ 19-ാം അധ്യായത്തിന്റെ 4-6 വരെ വായിക്കുമ്പോൾ
പീലാത്തോസ് പിന്നെയും പുറത്തു വന്നു. പീലാത്തോസ് പിന്നെയും പുറത്തു വന്ന്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യേശു മുൾക്കിരീടവും രക്താംബരവും ധരിച്ചു പുറത്തു വന്നു. മുൾക്കിരീടവും രക്താംബരവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവരോട് ഇതാ ആ മനുഷ്യൻ എന്ന് പറഞ്ഞു. ഇതാ മനുഷ്യൻ എന്ന് പറഞ്ഞു. മഹാപുരോഹിതന്മാരും ഭടന്മാരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് ആർത്ത് വിളിച്ചു. ക്രൂശിക്കുക എന്ന് ആർത്തു വിളിച്ചു. പീലാത്തോസ് അവനോട് നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിക്കുവിൻ, ഞാനോ അവനിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെയും എടുത്തു പറയുന്ന ഒരു കാര്യം, ഇത് 3 പ്രാവശ്യമായി കഴിഞ്ഞു. ഞാൻ അവനിൽ ഒരു കുറ്റം കാണുന്നില്ല. കുറ്റമില്ലാത്തവനെ ന്യായം വിധിക്കുന്ന ഒരു ജനമധ്യത്തിലാണ് അന്ന് കർത്താവ് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട്? ഭയമല്ലേ അവരുടെ ജീവിതത്തിൽ? ആർക്കു ഭയം? അന്നത്തെ യഹൂദ സമുദായത്തിൻ്റെ ആത്മീയ മേഖലകളിൽ തലപ്പത്തിരിക്കുന്നവരുടെ ഭയമാണ്. കർത്താവ് രാജാതിരാജാവായി വന്നു കഴിഞ്ഞാൽ അവർക്കെന്ത് ഭവിക്കും? അവർ ചൂഷണം ചെയ്യുന്ന ജനത്തിന്മേൽ അവരുടെ അധികാരം ഇല്ലാതാകുകയില്ലയോ? അധികാരം നിലനിർത്തുവാൻ വേണ്ടി ഉള്ള പ്രവർത്തനമായിരുന്നു അപ്രകാരം അന്ന് നടന്നത്. പുരോഹിതന്മാരും ചെയ്തത്. അവരുടേതായ അധികാരത്തിനെ ചോദ്യം ചെയ്തപ്പോൾ കുറ്റമറ്റവനെ കുറ്റവാളിയാക്കി പ്രസ്താവിക്കുന്ന അവസ്ഥ. അവിടെ പറയുന്നത് ക്രൂശിക്കുക, ഒരു കുറ്റവും കാണാഞ്ഞിട്ടും ക്രൂശിക്കുക എന്ന് പറയുന്ന അവസ്ഥ. ഇന്ന് നമ്മുടെ ഇടവകളിലും സമൂഹങ്ങളിലും ശുശ്രൂഷകളിൽ നാം ഇത് കാണാറില്ലേ? കുറ്റമില്ലാത്തതിനെ ക്രൂശിക്കുവാൻ പരിശ്രമിക്കുന്ന ജനമധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. എന്തുകൊണ്ട്? ഇന്നും എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ അപ്രകാരമുള്ള പക നിൽക്കുന്നത് കൊണ്ട്, അപ്രകാരമുള്ള വിദ്വേഷം നിൽക്കുന്നത് കൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ചും അധികാര മേഖലകളിൽ നിൽക്കുന്നവർ പലപ്പോഴും അവരുടെ അധികാരത്തിന് കോട്ടം വരാതിരിക്കുവാൻ കുറ്റമറ്റവനെ കുറ്റവാളിയാക്കി വിധിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. അത് 2000 വർഷം മുമ്പും അത് തന്നെയാണ് സംഭവിച്ചത്. ജനമധ്യത്തിൽ ഇത്രമാത്രം അത്ഭുതങ്ങൾ ചെയ്തിട്ടും അതിനെ സ്വീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥ, അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത അവസ്ഥ. കാരണം അവരുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു. മുമ്പോട്ട് വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 19:10 വായിക്കുമ്പോൾ പീലാത്തോസ് അവനോട് നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിക്കുവാനും വിട്ടയക്കുവാനും അധികാരമുണ്ടെന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചു. അവിടെ പറയുന്നത്, എനിക്ക് നിന്നെ ക്രൂശിക്കുവാനും വിട്ടയക്കുവാനും അധികാരമുണ്ടെന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചു. അതിന് കർത്താവിൻ്റെ ഉത്തരമാണ് ഇന്ന് ഞാനും നിങ്ങളും ഒരു നിമിഷം ചിന്തിക്കേണ്ടത്. കർത്താവ് പറയുന്നത് 19:11 യേശു അവനോട് ഉയരത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നിനക്ക് എന്റെ മേൽ ഒരധികാരവും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന്റെ പാപം നിന്റെ പാപത്തേക്കാൾ വലുതാണെന്ന് ഉത്തരം പറഞ്ഞു. നിന്റെ പാപത്തേക്കാൾ വലുതാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഉയരത്തിൽ യഹോവയെ ദൈവം ആഗ്രഹിക്കാതെ കർത്താവിനെ പിടിക്കുവാനോ കർത്താവിനെ ന്യായം വിധിക്കുവാനോ കഴിയുകയില്ലെന്നാണ് അവിടെ അസന്നിഗ്ധമായി കർത്താവ് പ്രസ്താവിക്കുന്നത്. അതായത് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം ഇപ്രകാരം ഒരു സാഹചര്യത്തിൽ കടന്നു പോവുകയാണ്, അനീതിയുടെ മധ്യത്തിൽ കടന്നു പോവുകയാണ്. നമുക്ക് ന്യായം ലഭിക്കുന്നില്ലെങ്കിൽ ചിന്തിച്ചു കൊള്ളുക, ദൈവം അനുവദിച്ചിട്ടാണ് അപ്രകാരം ഒരു സാഹചര്യത്തിൽ കടന്നു വഴിച്ചത്. പക്ഷെ അതിൻ്റെ മധ്യത്തിലും സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നാം പഠിക്കണം. കർത്താവ് എപ്രകാരം സത്യത്തിന് വേണ്ടി നിലകൊണ്ടുവോ? ചോദിക്കുന്നത് സത്യസന്ധമായുള്ള ഉത്തരം മാത്രമല്ല, ഉറപ്പും ധൈര്യത്തോടെയുള്ള ഉത്തരമാണ് നൽകിയത്. അപ്രകാരം എനിക്കും നിങ്ങൾക്കും ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? സത്യത്തിന് വേണ്ടി നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും അനുഭവിച്ചറിയുന്ന ആ കർത്താവിൻ്റെ സാമീപ്യം അനേകരോട് പറയത്തക്കോണം, അനേകരുടെ ജീവിതത്തിൽ അത് എത്തിക്കത്തക്കോണം
ആ സ്നേഹത്തിലേക്ക് അനേകരെ കൂട്ടിക്കൊണ്ടുവരത്തക്കോണം നാം കർത്താവിൻ്റെ സാക്ഷികളായി നിലനിൽക്കുവാൻ കഴിയുന്നുണ്ടോ? ഇന്ന് നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ ക്രൈസ്തവ സമൂഹം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? സാക്ഷ്യമില്ലാത്ത ഒരു ജനമധ്യത്തിലായി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യത്തിൻ്റെ ആവശ്യമുണ്ട്. ഉറപ്പും ധൈര്യമുള്ളവരായി സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ നാം പഠിക്കണം. അപ്പോൾ അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കുക മാത്രമല്ല, ഇന്ന് നമ്മുടെ യുവതലമുറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളിൽ ഒരു മാറ്റം വരുത്തുവാൻ കഴിയും. അവരുടെ ജീവിതത്തിൽ കർത്താവിനെ കാണിച്ചു കൊടുക്കുവാൻ കഴിയും. അതിന് നമുക്കൊരു ഉറപ്പും ധൈര്യമുള്ളവരായി തീരണം. നമ്മുടെ ഭവനത്തിൽ കർത്താവിനെ പറ്റി സംസാരിക്കുന്നവരായി തീരണം. ആഴ്ചയിലെ ഓരോ പെരുന്നാളുകളിൽ സംബന്ധിച്ചതുകൊണ്ട് മാത്രമല്ല, ഓശാന ഞായറാഴ്ചയും ദുഃഖവെള്ളിയും നമ്മുടെ മോണ്ടി തേഴ്സ്ഡേയും കടന്നു വരുന്ന ഉയർപ്പ് പെരുന്നാളിനൊക്കെ സംബന്ധിച്ചുകൊണ്ട് കൊണ്ട് മാത്രമല്ല, അതിൻ്റെ അർത്ഥം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. നാം സമയം കണ്ടെത്താറുണ്ടോ? ഇന്ന് ലോകത്തിൻ്റെ ഓട്ടത്തിൽ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ പല കാര്യത്തിനായി നമ്മൾ ഒരുക്കുമ്പോൾ നാം മറന്നുപോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിനായി ഒരുക്കുന്നുണ്ടോ എന്ന്. കർത്താവിൻ്റെ വിശ്വാസത്തിലേക്ക് ഒരുക്കുന്നുണ്ടോ? കർത്താവിൻ്റെ വചനം അവരുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് നാം പരിശ്രമിക്കാറുണ്ടോ? അപ്രകാരം ഉറപ്പും ധൈര്യമുള്ളൊരു ജനസമൂഹത്തിനെയാണ് കർത്താവിന് ആവശ്യം. പക്ഷെ ഇന്ന് അത് മങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. ഒരു ഉണർവിൻ്റെ ആവശ്യമുണ്ട് പ്രിയ സഹോദര സഹോദരി. പ്രത്യേകിച്ച് നോയമ്പ് കാലത്തിൻ്റെ ഈ ദിവസത്തിൽ, ദുഃഖവെള്ളിയാഴ്ച ദിവസത്തിൽ നാം ശുശ്രൂഷകൾ സംബന്ധിച്ച് ഈ സമയത്ത് തന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നാം ഇന്ന് കടന്നുപോയ ശുശ്രൂഷകളിലും ആരാധനകളിലും നാം എന്താണ് മനസ്സിലാക്കിയത്? കുമ്പിട്ടിട്ടുണ്ടായിരിക്കും, അത് കഴിഞ്ഞ് കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരിക്കും, പിന്നെ പല കാര്യങ്ങൾ അവിടെ നാം സംസാരിച്ചിട്ടുണ്ടായിരിക്കും. അതിനെക്കാട്ടി ഉപരി ആ കേട്ട കടന്നുപോയ ആരാധനയിൽ എത്രമാത്രം നമുക്ക് താതാത്മ്യം പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നൊന്ന് ചിന്തിക്കണം. യോഹന്നാന്റെ സുവിശേഷം 19:14 തൊട്ട് 16 വരെ വായിക്കുമ്പോൾ, അന്ന് പെസഹയുടെ ഒരുക്കനാളായിരുന്നു. അന്ന് പെസഹയുടെ ഒരുക്കനാളായിരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. അവൻ യഹൂദന്മാരോട് ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. എന്നാൽ അവർ അവനെ കൊണ്ടുപോവുക അവനെ ക്രൂശിക്കുക എന്ന് നിലവിളിച്ചു. നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ എന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചു. അതിന് മഹാപുരോഹിതന്മാർ ഞങ്ങൾക്ക് കൈസറല്ലാതെ മറ്റൊരു രാജാവില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവൻ അവനെ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അനീതിക്ക് കൂട്ടുനിൽക്കുന്ന മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരും ഒരു ന്യായ പ്രസ്ഥാനത്തിലിരിക്കുന്ന പീലാത്തോസും. എന്തുകൊണ്ട്? അവിടെ നാം മനസ്സിലാക്കുന്നത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി റോമാ സാമ്രാജ്യത്തിനെ എതിർത്തിട്ട് പോലും അവിടെ അവർ പറയുന്നത് ഞങ്ങൾക്ക് കൈസർ മാത്രമേ ഉള്ളൊരു രാജാവ്, വേറെ ഒരു രാജാവുമില്ല. വർഷങ്ങളായി പ്രവാചകന്മാരിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ പൂർത്തീകരണത്തിലേക്കാണത് കടന്നു വരുന്നത്. അതുകൊണ്ട് എന്താണ്, ഒരു കുറ്റമറ്റല്ലാത്തവനായിട്ട് പോലും പീലാത്തോസ് അവർക്ക് ക്രൂശിക്കാൻ വേണ്ടി വിട്ടയക്കുന്നു. ഇതെൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ സാഹചര്യം ഇപ്രകാരമല്ലേ? സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കഴിയാതെ വ്യാജത്തിനോടൊപ്പം നിലനിൽക്കുന്ന അവസ്ഥയല്ലേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ? അതിൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്നൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. അതെപ്രകാരം നമുക്ക് മാറ്റുവാൻ കഴിയും? അത് മാറണമെങ്കിൽ കർത്താവിൻ്റെ യഥാർത്ഥമായ യാതനത്തെപ്പറ്റി, കർത്താവിൻ്റെ ഈ ഭൂമുഖത്ത് വരുമ്പോൾ കടന്നു പോകുന്ന യാതനത്തെപ്പറ്റി യെശയ്യാ പ്രവാചകൻ വ്യക്തമായി പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ 53:3-4 വായിക്കുമ്പോൾ, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ത്യജിക്കപ്പെടുകയും ചെയ്തു. അവൻ വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായും ഇരിക്കുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം
അവൻ നിന്ദിതനായിരുന്നു, അവൻ നിന്ദിതനായിരുന്നു, നാം അവനെ ആദരിച്ചതുമില്ല. നാം അവനെ ആദരിച്ചതുമില്ല. നിശ്ചയമായും നമ്മുടെ രോഗങ്ങൾ അവൻ വഹിച്ചു, നിശ്ചയമായി നമ്മുടെ രോഗങ്ങൾ അവൻ വഹിച്ചു, നമ്മുടെ വേദനകൾ അവൻ ചുമന്നു. നമ്മുടെ വേദനകൾ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിക്കുകയും നാമോ ദൈവം അവനെ ശിക്ഷിക്കുകയും അടിക്കുകയും പീഡിപ്പിക്കുകയും അടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് വിചാരിച്ചു. ചെയ്തിരിക്കുന്നു എന്ന് വിചാരിച്ചു. സത്യമല്ലേ? അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതം പ്രവർത്തിച്ച കർത്താവ് പീലാത്തോസിന്റെ മുമ്പിൽ ഇപ്രകാരം നിന്ദിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ത്യജിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെയുള്ള ജനം എന്താണ് ചിന്തിക്കുന്നത്? ഇവൻ ദൈവപുത്രനാണെങ്കിൽ അവിടുന്ന് ദൈവം അവനെ വിടുവിക്കുകയില്ലേ? അവരുടെ മനസ്സിലും സംശയം വന്നുകൂടാതിരിക്കുകയില്ല. ഇവൻ ദൈവപുത്രനാണെങ്കിൽ എന്തിന് ഇപ്രകാരം നിന്നെയും പരിഹാസത്തിനായി ദൈവം വിട്ടുകൊടുത്തിരിക്കുന്നു? എന്തിന് ഈ ഇത്രമാത്രം ഹീനകരമായ സാഹചര്യത്തിലേക്ക് ദൈവം വിട്ടുകൊടുത്തിരിക്കുന്നു? ആ ചോദ്യം അനേകരെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ഇടയാക്കി കാണും, അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് അകറ്റുവാൻ ഇടയാക്കി കാണും. പക്ഷെ വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകന്മാരിൽ പറയുന്ന കാര്യങ്ങളുടെ പൂർത്തീകരണമാണെന്ന് അന്ന് ആ ദേവാലയങ്ങളിൽ കടന്നുപോയി ഈ വേദവാക്യങ്ങളൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും അല്ലെങ്കിൽ അതൊക്കെ വ്യക്തതയോടെ അറിയാവുന്ന മഹാപുരോഹിതനും പരീശന്മാരോ സദുക്യന്മാരോ ആരും അതിനെതിരെ സംസാരിക്കുവാൻ ഇടയായിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവരുടെ അധികാരത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു അത്. അവരുടെ അധികാരത്തിനെ ചോദ്യം ചെയ്തപ്പോൾ കുറ്റമില്ലാത്തവനെ വിട്ടുകയക്കുക ആണ് അവൻ പരിശ്രമിച്ചത്. മുമ്പോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 53-ന്റെ 5-6 വായിക്കുമ്പോൾ, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ വഴിതെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും അവനവന്റെ വഴിയിലേക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. അതുകൊണ്ടാണ് പീലാത്തോസ് അവനിൽ കുറ്റമില്ലെന്ന് പറഞ്ഞിട്ടും അവൻ നിർബന്ധിതനായി ക്രൂശിക്കുവാൻ വിട്ടുകൊടുക്കുന്നത്. കാരണം പ്രവാചകന്മാരിൽ കൂടെ പ്രസ്താവിച്ച കാര്യത്തിന്റെ പൂർത്തീകരണം. 5-ാം വാക്യത്തിൽ എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ യാഗം നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലല്ലായിരുന്നു. പാപമംഗലമായ ജീവിതത്തിൽ നിന്ന് നമുക്കൊരു പ്രത്യാശയിലേക്ക് നയിക്കത്തക്കോണമായിരുന്നു ആ ക്രൂശുമരണം. പക്ഷെ അതിന് എത്രമാത്രം കഷ്ടങ്ങൾ നിന്നെയും പരിഹാസമാണ് വഹിച്ചത്. ഇന്ന് കർത്താവിന് വേണ്ടി നാം എത്രമാത്രം നിന്നെയും പരിഹാസിക്കപ്പെടുവാൻ നാം തയ്യാറാണ്. എന്തിന്? കുടുംബാംഗങ്ങളുടെ മധ്യത്തിൽ പോലും ചിലപ്പോൾ നമുക്ക് കർത്താവിനെ പറ്റി സംസാരിക്കാൻ വിഷമമാണ്. അവരെന്ത് ചിന്തിക്കുമെന്നാണ്. പ്രിയ സഹോദര സഹോദരി, കർത്താവിനെ പറ്റി സംസാരിക്കുവാൻ ലജ്ജയില്ലാതായി തീരണം. അപ്പോഴാണ് കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ട ആ യാഗത്തിന് അർത്ഥവത്തായി തീരുന്നത്. അപ്പോഴാണ് കർത്താവിൻ്റെ മഹത്വം അനേകരെ കാണിക്കുവാൻ ഇടയാകുന്നത്. എബ്രായ ലേഖനത്തിൽ ഇപ്രകാരം ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. എബ്രായ ലേഖനം 10-19 തൊട്ട് 22 വരെ വായിക്കുമ്പോൾ, അതുകൊണ്ട് സഹോദരന്മാരെ യേശുവിന്റെ രക്തത്താൽ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ധൈര്യമുണ്ട്. അതായത് തന്റെ ശരീരമെന്ന തിരശീലയിലൂടെ അവൻ നമുക്ക് ജീവന്റെ പുതുവഴി തുറന്നു തന്നിരിക്കുന്നു. ദൈവാലയത്തിന് മേൽവിചാരകനായി
ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട് ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട് വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയമുള്ളവരായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയമുള്ളവരായി പരമാർത്ഥ ഹൃദയത്തോടെ നമ്മുടെ ദുഷ്ടമനസാക്ഷി നീങ്ങുവാനായി നമ്മുടെ ദുഷ്ട മനസാക്ഷി നീങ്ങുവാനായി ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധജലത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി നമുക്കടുത്ത് ചെല്ലാം. ആ അത്രയും നാളും ദൈവവുമായിട്ട് അകത്ത് നിന്ന തിരശീല കർത്താവിന്റെ യാഗത്തോട് മാറ്റിക്കളഞ്ഞെന്നാണ് പറയുന്നത്. അതായത് ദൈവസനയിൽ കടന്നു വരുവാൻ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു മറയുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഒരു വിശുദ്ധമായ ദുഃഖവെള്ളി ശുശ്രൂഷകൾ സംബന്ധിച്ചു കഴിഞ്ഞോ അതോ സംബന്ധിക്കുവാൻ പോകുവാൻ തയ്യാറാകുന്ന സമയമാണെങ്കിൽ ഒരു നിമിഷമൊന്ന് ചിന്തിച്ചു കൊള്ളുക. എന്തിനു വേണ്ടിയാണ് കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ടത്? ആ ക്രൂശ് മരണം ഏറ്റവും ഹീനകരമായി നിന്ദിക്കപ്പെട്ട ത്യജിക്കപ്പെട്ട ആ സാഹചര്യത്തിലേക്ക് കർത്താവ് തന്നെത്താൻ വിട്ടുകൊടുത്തെങ്കിൽ അതിൻ്റെ കാരണം എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ നമുക്കായി എന്നേക്കും ആ മറ മാറ്റിക്കളയുവാൻ വേണ്ടിയായിരുന്നു. പിതാവിൻ്റെ അടുത്തിലേക്ക് കടന്നു വരത്തക്കോണം നമുക്കൊരു പാതയൊരുക്കുകയാണ് സ്വന്തം രക്തത്താൽ. എങ്കിൽ അന്യായത്തിൻ്റെയും ന്യായമില്ലാത്ത അവസ്ഥയിൽ നിന്ന് കർത്താവ് ക്രൂശിക്കപ്പെട്ടെങ്കിൽ യെശയ്യാ പ്രവാചകനിൽ പറയുന്നത് പോലെ ത്യജിക്കപ്പെട്ട അവസ്ഥയായിരുന്നെങ്കിൽ അവൻ്റെ അടിപ്പണരാൽ നമുക്ക് സൗഖ്യം പ്രാപിക്കുവാൻ ഇടയായിട്ടെങ്കിൽ അവൻ്റെ രക്തത്താൽ പിതാവിലേക്ക് കടന്നു വരുവാനുള്ള പാതയും ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. ഉറപ്പും ധൈര്യമുള്ളവരായ കർത്താവിന് ഏത് സാഹചര്യത്തിലും എൻ്റെ കർത്താവാണ് എൻ്റെ ഉപനിധി എന്ന് പറയത്തക്കോണം, കർത്താവിൻ്റെ സാക്ഷ്യമായി ജീവിക്കത്തക്കോണം നമ്മളെ ഒരുക്കുമെങ്കിൽ നമുക്കൊരു മാറ്റം വരുത്തുവാൻ കഴിയും. ഇന്ന് നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു മാറ്റം വരുത്തി നമ്മുടെ സഭകളെയും ശുശ്രൂഷകളെയും ഒന്ന് ഉണർത്തുവാൻ നമുക്ക് കഴിയും. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് തലവണക്കാം. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ ദിവാത്സല്യമായ സർവ്വസുധാംനാഥ, ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തിയ കൃപകൾക്കായ സ്തോത്രം കർത്താവെ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശ് മരണം ഏറ്റുവായിക്കുമ്പോൾ കർത്താവെ, നിന്ദിക്കപ്പെട്ട് ത്യജിക്കപ്പെട്ട് ഏറ്റവും വ്യസനത്തിലൂടെ കടന്നുപോയത് കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ പിതാവിനോട് എത്തുവാനുള്ള പാതയൊരുക്കുവാൻ വേണ്ടിയായിരുന്നില്ല കർത്താവെ. പലപ്പോഴും അത് മറന്ന് ഞങ്ങൾ പ്രവർത്തിച്ചു പോയിട്ടുണ്ടെന്ന് സമ്മതിക്കുന്ന കർത്താവെ, നീ ഞങ്ങൾക്ക് ഒരുക്കുന്ന പാതയിൽ കടന്നു വരുവാൻ ഞങ്ങളുടെ മുമ്പിലുള്ള മറ മാറ്റിക്കളയെ തക്കോണം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുമ്പോൾ അതിൻ്റെ തക്കോണം ഞങ്ങൾ ഓരോരുത്തരും അങ്ങേക്ക് വേണ്ടി ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരായി തീരുവാൻ സഹായിക്കണമെന്ന് എൻ്റെ ഉണർവിൻ്റെ കാറ്റ് കർത്താവെ ഈ കർത്താവ് ദുഃഖവെള്ളിയില സംബന്ധിച്ച ഓരോരുത്തരുടെ മേൽ വ്യാപിച്ച കർത്താവെ, പുതുക്കപ്പെട്ട അവസ്ഥയിൽ പുതിയ സൃഷ്ടികളായി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായി ചിന്തിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൃപയുടെ സ്ഥാനത്തിൽ ഒരു പ്രാവശ്യം കൂടെ തൻ്റെ ജനത്തെ നയിക്കത്തക്കോണം സഹായിച്ച അവൻ കൃപകൾക്കായ സ്തോത്രം. എല്ലാം നമ്മുടെ നാമഹത്വത്തിനായി സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യണത് സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.